കുഞ്ഞിപ്പെണ്ണ ആകെ സങ്കടത്തിലാട്ടാ. കുഞ്ഞുകുട്ടിനെ കാണാനില്ല. പള്ളിയുടെ അവിടെ നിന്ന് ഒരു പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ കേട്ടു കേട്ടോ. വേറൊരു പൂച്ചയ്ക്കും കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയോ പൂച്ചകൾക്ക് കുട്ടികളുണ്ട്. നമ്മുടെ ഇവിടെ വരാത്ത പൂച്ചകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും പൂച്ചക്കുട്ടികൾ എങ്ങനെ ഓടണം കാണാം. ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ ഒരു പൂച്ചക്കുട്ടി കരണം ഒച്ച കേട്ടു. ഇവള് അന്ന് 2-3 പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു, അങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങനെ പല സ്ഥലത്തേക്കും കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ സ്വഭാവമുള്ള പൂച്ചക്കുട്ടികളെ വളരെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പോണ വഴിക്ക് പട്ടികളുടെ ആക്രമണം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി വരികയോ ഒക്കെ ചെയ്യാം, വണ്ടി ഇടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇതൊരു ചുറ്റും കാടൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ടൗണാണ് കേട്ടത്. ഇത് വളരെ മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള സ്ഥലമാണ്. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്ന സ്ഥലമാണ്. ഇവൾ ഇതിനെ പൊക്കി എവിടേക്കാണ് പോണേ, അത് ഓടിപ്പോകുമ്പോൾ വല്ല വണ്ടി ഇടിക്കുകയോ ഒന്നും അറിയില്ല കേട്ടോ. നമുക്ക് അവരുടെ കുട്ടിയെ പിടിച്ചു വെക്കാൻ അവകാശമില്ല. അവരിരിക്കില്ല, കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അമ്മയും കുഞ്ഞിനെയും നമ്മൾ പിരിക്കണം ശരിയല്ല. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അവൾ കൊണ്ടക്കോട്ടെ എന്ന് വിചാരിച്ചു, തിരിച്ചു കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു. ഇപ്പം നോക്കുമ്പോൾ അവൾ കാണാനില്ല കേട്ടോ. കുട്ടിച്ച പാടൊന്നും വയറിലില്ല. അപ്പോൾ പള്ളിയുടെ ഒരു പൂച്ചക്കുട്ടി കരണ കേട്ടു. അപ്പോൾ ഞാൻ നോക്കി പിന്നെ കേട്ടില്ല. അപ്പോൾ അവിടെ ആരോ പറഞ്ഞു അതിനെ ആരോട്ട് എടുത്തിട്ട് പോയി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്, അത് ഇതിൻ്റെ കുട്ടിയാണോ, നമ്മുടെ കുഞ്ഞൂട്ടനാണോ, വേറെ വല്ല പൂച്ചക്കുട്ടിയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ പൂച്ചക്കുട്ടികളൊക്കെ അറിയുമ്പോൾ ഇഷ്ടം തോന്നുന്ന ആൾക്കാരാരെങ്കിലും കൊണ്ടുപോട്ടോ. അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇവളുടെ സങ്കടം കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. അവന് വേറെ അപകടമൊന്നും പറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കണം. ഇവിടെ ധാരാളം പട്ടികളുണ്ട്. ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാറുണ്ടല്ലോ ഭക്ഷണമൊക്കെ കൊടുക്കണേ. പക്ഷേ പട്ടികളുടെ വർഗ്ഗശത്രുവാണല്ലോ പൂച്ച. ചില പട്ടികൾക്ക് പൂച്ചകളെ ഒരു കുഴപ്പമുണ്ടാവില്ല, ഇഷ്ടമായിരിക്കും കേട്ടോ. ഇവിടെ നമ്മുടെ നേരത്തെ വന്ന പിങ്കിക്ക് വലിയ ഇഷ്ടമായിരുന്നു പൂച്ചകളെ, ഒന്നും ചെയ്യാറില്ല അവൾ. പക്ഷേ വേറെ പട്ടികളൊക്കെ നന്നായിട്ട് ഉപദ്രവിക്കും. അവർക്ക് വെറുതെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ കൊന്നിട്ടിട്ട് പോകും കേട്ടോ. അവർ കഴിക്കുകയൊന്നും തിന്നൊന്നുമില്ല, വെറുതെ കൊല്ലും. ശത്രുവിനെ അങ്ങോട്ട് ഉപദ്രവിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവൾ കുറച്ച് സങ്കടത്തിലാണ്. അവളുടെ വയറിൽ കുടിച്ച പാടൊന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ. പാലിങ്ങനെ വിങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സങ്കടമാണ്. ഞാൻ എന്താ ചെയ്യുക, എൻ്റെ അടുത്തൊന്ന് സങ്കടം പറയാം അവൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അവനെ ഇവിടെ ഇതാക്കാത്തതുകൊണ്ടല്ലേ മര്യാദയ്ക്ക് ഇവിടെ വെച്ചിട്ട് പോയാൽ മതിയായിരുന്നില്ല എന്ന് ചോദിക്കായിരുന്നു. പക്ഷേ അവന് ബുദ്ധിയൊന്നുമില്ലല്ലോ അത് മനസ്സിലാക്കാനായിട്ട്.